സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ കളർഫുൾ ആകില്ല. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം ഒഴിവാക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ നിറമാറ്റം പരിഗണനയ്ക്കെത്തിയെങ്കിലും കളർ കോഡ് പിൻവലിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ അജണ്ടയായി അവതരിപ്പിച്ച വിഷയങ്ങളിൽ സാധാരണ പിന്മാറ്റം ഉണ്ടാകാറില്ല. എന്നാൽ ഈ വിഷയത്തിൽ നിറം മാറ്റം പരിഗണിച്ചിട്ടില്ല. അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ നിറം മാറ്റം ഉണ്ടാകും. മുന്നിലും പിന്നിലും മഞ്ഞ നിറമാണ് ഉണ്ടാകുക. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിനാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം. ഇരുചക്ര വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ല. ഈ രണ്ടു കാര്യങ്ങളും ഔദ്യോഗിക ശുപാർശകളായിട്ടാണ് യോഗം പരിഗണിച്ചത്. ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് നിലവിൽ ഏകീകൃത നിറമില്ല. എൽ ബോർഡും സ്കൂളിന്റെ പേരുമാണ് തിരിച്ചറിയൽ മാർഗം. ഇത് പര്യാപ്തമല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. 9 ജീവനുകൾ നഷ്ടമായ വടക്കംചേരി ബസ് അപകടത്തെ തുടർന്നാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയത്. ഗതാഗത മന്ത്രി മാറിയതോടെയാണ് ഏകീകൃത നിറം മാറ്റാൻ നീക്കമുണ്ടായത്. നിറം മാറ്റുന്നതിനുള്ള തീരുമാനത്തിന് വലിയ പിന്തുണയും ലഭിച്ചിരുന്നു. ടൂറിസ്റ്റ് ബസ് ഉടമകൾ ആകാംക്ഷയോടെ കാത്തിരുന്നുവെങ്കിലും സർക്കാർ അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. അതേസമയം ഇനിയും നിറമാറ്റം ഉണ്ടായാൽ വീണ്ടും പെയിന്റ് അടിക്കുന്നതിനായി 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ആവശ്യമായി വരും. ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ഉടമകളിൽ ചിലരുടെ വാദം. ടൂറിസ്റ്റ് ബസ്സുകളുടെ രൂപമാറ്റം വലിയ മത്സരങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ എതിർത്തതിന്റെ പേരിൽ ഡ്രൈവിംഗ് സ്കൂളുകാരോടുള്ള പകപോക്കലാണ് നിറമാറ്റമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. നിറമാറ്റം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വാദം. 30,000 പരിശീലന വാഹനങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഉയർന്നത്. തുടർന്ന് ചില ഇളവുകൾ നൽകി പരിഷ്കരണം നടത്തുകയായിരുന്നു. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ സംരംഭവും മന്ദഗതിയിൽ നീങ്ങുകയാണ്.